നരേട്ട, ഇനി എന്തൊക്കെ ഇതുപോലെ നിങ്ങൾ എന്നെ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്? എന്റെ മനസ്സങ്ങനെ പറയുന്നു. നീരജയുടെ ശബ്ദം വരുന്നു. നരേന്ദ്രന്റെ നെഞ്ചിടിപ്പ് ഉയർന്ന നിമിഷം താനെന്താ ഉദ്ദേശിക്കുന്നേ? പതർച്ചയോടെ അയാൾ തിരക്കി. മീര പറഞ്ഞതൊക്കെ സത്യമാണെന്നൊരു തോന്നല്. കോടതിയിൽ അവൾ ഭ്രാന്തിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ആ പറഞ്ഞതൊക്കെ ഓർത്ത് പൊട്ടിക്കരയേണ്ട ഒരു ദിവസം എനിക്കുണ്ടാവുമെന്ന്. ശ്രീ പോലും എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോ ഒരു പേടി. മീര പറഞ്ഞതൊക്കെയാണ് സത്യമെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നരേട്ട. നീരജ തീർത്തു പറഞ്ഞു. നരേന്ദ്രൻ ഞെട്ടിപ്പോയി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാണ് നീരജ. നേരുമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. നീരു, അപ്പൊ നീ എന്നെ അവിശ്വസിക്കാണോ? അയാൾ സങ്കടത്തോടെ ചോദിച്ചു. അറിയില്ല നരേട്ട, ഒത്തിരി വിശ്വസിച്ചതൊക്കെ നുളകളാണെന്ന് തെളിഞ്ഞില്ലേ ഇന്ന്? ഇതുപോലെ ഇനി എന്തൊക്കെ നുളകളാണ് ഞാൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. വിശ്വാസം അങ്ങനെയാണ് നരേട്ട. ഒരിക്കലതിൽ ചെറിയ വിള്ളൽ വീണ ആ വിള്ളൽ എന്നും മനസ്സിലുണ്ടാവും. നീരജ പറഞ്ഞു. നിങ്ങൾ 3 പേരും ചീത്തയാണെന്ന് എന്നോട് ആവർത്തിച്ച് പറയുമ്പോഴും മീൻ എന്നോട് നിങ്ങൾ ആരെയെ പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവൾക്ക് സ്ത്രീയെ തട്ടിയെടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ ആദ്യം തന്നെ എന്നോട് അതെല്ലാം തുറന്ന് പറയുമായിരുന്നില്ലേ? ഇതിപ്പോ നിളയും സ്ത്രീയും ശാരീരികമായി പോലും അടുത്തു പോയെന്ന നുണ വിശ്വസിച്ച് അവളായി മാറി തന്നതല്ലേ? അവിടെയാണ് എന്റെ സംശയം നരേട്ട. അങ്ങനെ മാറി തന്നവൾ എന്തിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം? നമ്മുടെയൊക്കെ നിർബന്ധത്തിലല്ലല്ലോ അവൾ വിവാഹത്തിന് സമ്മതിച്ചത്. സ്ത്രീയെ വെട്ടുകൊടുത്തിട്ട് ഹരിയെക്കുറിച്ച് ഇല്ലാ കഥയുണ്ടാക്കി ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം അവൾക്ക് ഇല്ലല്ലോ. സ്ത്രീയെ മതിയെങ്കിൽ അവൾ സ്ത്രീയെ വിട്ട് തരില്ലായിരുന്നല്ലോ. അവൾക്ക് അവിടെ സ്വാർത്ഥത കാണിച്ച് സ്ത്രീയെ സ്വന്തമാക്കായിരുന്നില്ലേ? സ്ത്രീയെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അവൾക്ക് എളുപ്പമായിരുന്നു. എന്നിട്ട് നിളയുടെ ഭാവിയോർത്ത് അവൾ അവനെ വിട്ടുകൊടുത്തു. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ട് അവൾ ഹരിയുടെ ജീവിതം കൂടി നശിപ്പിച്ച് സ്ത്രീയെ നേടാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീരജ ഓർത്തോർത്തു പറഞ്ഞു. നരേന്ദ്രൻ ഉത്തരം മുട്ടി. നീരജ സത്യങ്ങൾ സ്വയം കണ്ടെത്തുമോ എന്ന് അയാൾ ഭയന്നു. അപ്പൊ താൻ പറഞ്ഞു വരുന്നത് അവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നോ? ഹരി ഒരു സൈക്കാണെന്നോ? അതറിഞ്ഞു വെച്ചിട്ട് ഞാൻ മീരി അവനെ വിറ്റതാണെന്നോ? മുക്കുപണ്ടം കൊടുത്ത് ഞാൻ അവളെ പറ്റിച്ചെന്നോ? നരേന്ദ്രൻ ധൈര്യം കൈവിടാതെ ചോദിച്ചു. ശരിക്കും ആ മുക്കുപണ്ട കേസൊക്കെ നീരജൻ മറന്നിരിക്കുകയായിരുന്നു. നരേന്ദ്രനായിട്ട് തന്നെ അവരതൊക്കെ ഓർമ്മിപ്പിച്ചു. എന്ന് ഞാൻ പറഞ്ഞില്ല. ഏതാണ് സത്യമെന്നോ കള്ളമെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണയാവാം. അങ്ങനെയല്ല എങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ പലതും നടന്നിട്ടുണ്ടെന്ന് കരുതേണ്ടി വരും. നീരജ പറഞ്ഞു. താൻ എന്നെ സംശയിക്കുവാണോ നീരു? ശരി, ഞാൻ അവളെ വിറ്റു എന്നല്ലേ പറയുന്നേ? അത് ലക്ഷങ്ങൾ വാങ്ങിയിട്ട്. അങ്ങനെയെങ്കിൽ ആ ക്യാഷ് എവിടെ? എൻ്റെ അക്കൗണ്ട് നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അക്കൗണ്ടിലോ വീട്ടിലോ അത് ഉണ്ടാവാതിരിക്കില്ലല്ലോ. ചെക്ക് ചെയ്ത് നോക്ക്. ഇങ്ങനെയൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നരേന്ദ്രൻ ആ ക്യാഷ് നിളയുടെ പേരിലേക്ക് മാറ്റിയത്. എന്നാൽ അതിലൊരു മറുപടി പറയാതെ ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞ് നീരജ ഫോൺ വെച്ചിട്ട് പോയി. അതോടെ നരേന്ദ്രന്റെ സ്വസ്ഥതയും പോയി. നീരജയ്ക്ക് തന്നിലുള്ള അന്ധമായ വിശ്വാസങ്ങളിൽ മങ്ങലേറ്റിരിക്കുന്നുവെന്ന് അയാൾ അസ്വസ്ഥതയോടെ തിരിച്ചറിഞ്ഞു. ആ പോക്ക് അപകടമാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നീരജയ്ക്ക് ഒരു സംശയത്തിനും ഇട കൊടുത്തിരുന്നില്ല. ഇപ്പം മാറി നിന്നപ്പോൾ നീരജയ്ക്ക് സംശയങ്ങൾ ഓരോന്നായി തോന്നി തുടങ്ങി. നീരജയെ അവിടെ തനിച്ചു വിട്ടാൽ അവൾ പലതും ചിന്തിക്കാനും അന്വേഷിക്കാനും തുടങ്ങും. അത് അപകടമാണെന്ന് അയാൾ ഓർത്തു. നീരജയെ ഏത് വിധിനെയും ഡൈവേർട്ട് ചെയ്യണമെന്ന് അയാൾ ആലോചിച്ചു. അതിന് താൻ നീരജയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്ന് അയാൾ ഓർത്തു. പക്ഷേ ഈ അവസ്ഥയിൽ അതിന് നിർവാഹമില്ല. ജാമ്യാപേക്ഷ ഇങ്ങനെ തള്ളിപ്പോകുന്നത് കണ്ടിട്ട് ഉടനെ ഒന്നും ജാമ്യം കിട്ടുന്ന പ്രതീക്ഷ അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ആരും തന്നെ നിരീക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി നരേന്ദ്രൻ രവിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്താളിയാ? കോൾ എടുത്തതും രവി ചോദിച്ചു. രവി, ഉടനെ ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ? എനിക്ക് വയ്യെങ്ങനെ? നരേന്ദ്രൻ മടുപ്പോടെ പറഞ്ഞു. രവി വിശ്വസിച്ചു. ഞാൻ പറഞ്ഞില്ലേളിയാ, കേസ് ഭയങ്കര സ്ട്രോങ് ആണ്. അവരൊക്കെ നല്ല പിടിപാടുള്ളവരല്ലേ. പോരാത്തിന് നമ്മുടെ സ്ത്രീയല്ലേ ദൃക്സാക്ഷി. ജാമ്യം കിട്ടുന്ന അത്ര എളുപ്പമല്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് അളിയാ. സ്ത്രീ ഒന്ന് നമ്മുടെ ഭാഗത്തേക്ക് വന്നിരുന്നെങ്കിൽ. രവി പറഞ്ഞു നിർത്തി. സ്ത്രീ വരില്ല രവി, ആ പ്രതീക്ഷ വേണ്ട. ഞാൻ ചോദിക്കുന്നത് വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അങ്ങനെ ചോദിച്ചാ ഇനി ഒരേ ഒരു വഴിയുള്ളൂ. അത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിരുന്നു. പക്ഷേ ചേച്ചിക്ക് അത് പറ്റില്ലെന്ന് രവി പറഞ്ഞു. നരേന്ദ്രന്റെ മുഖം അത് കേട്ട് ചുളിഞ്ഞു. എന്ത് വഴി? നീരെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നരേന്ദ്രൻ സംശയത്തോടെ പറഞ്ഞു. ഇനി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് അറിയാൻ നല്ലത്. നമ്മൾ കോടതി വഴി മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കേസ് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ തെളിവുകളും ഉന്നതരുടെ ഇടപെടലുകളുണ്ട്. ഇനി ജാമ്യം കിട്ടിയാൽ തന്നെ കേസ് അങ്ങനെ കിടക്കും. ഉണ്ടായിരുന്ന ജോലിയും പോയി. ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊന്നും ഓടിപ്പോരാൻ പറ്റിയെന്നും വരില്ല. വെറുതെ ഓടി സമയം കളയാതെ
ഇപ്പോഴേ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതല്ലേ നല്ലത്. രവി കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നരേന്ദ്രൻ ആലോചനയിലാണ്ടു. മഹിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ എന്തോ അയാൾ തലയൊന്ന് കൊടുത്തു. മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ഞാൻ എങ്ങനെയാടോ അവന്റെ മുന്നിൽ? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? മടിയോടെ നരേന്ദ്രൻ പറഞ്ഞു. ഈ പതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അളിയ. ആവശ്യം നമ്മുടേതാ. ജയിലിൽ പോയി കിടക്കുന്നതിലേക്ക് ഭേദല്ലേ അയാളുടെ മുന്നിലൊന്നും താഴ്ന്നു കൊടുക്കുന്നത്. ബുദ്ധിപരമായി ചിന്തിക്കളിയ, രവി ഉപദേശിച്ചു. എന്നാലും നരേന്ദ്രൻ പിന്നെയും മടിച്ചു. ഒരെന്നാലുമില്ല, ഞാനെന്തായാലും അയാളെ പോയി ഒന്ന് കാണാം. എന്തായാലും സ്റ്റാൻഡെന്ന് അറിയാലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ. രവി പറഞ്ഞപ്പോൾ മറ്റു വഴിയൊന്നുമില്ലാതെ നരേന്ദ്രൻ താല്പര്യമില്ലാത്ത മട്ടിൽ മൂളി. മഹിയെ പോയി കാണുന്ന ഉറപ്പ് നൽകി രവി ആ കോള് കട്ട് ചെയ്തു. ആ കോൾ അവസാനിച്ചപ്പോഴും നരേന്ദ്രൻ ചിന്തകൾ അത്രയും നീരജയെ പറ്റിയായിരുന്നു. അച്ചമ്മക്കൊപ്പം മീര ആ വീട് മുഴുവൻ ചുറ്റി കണ്ടു. അവൾക്ക് അവിടെ വല്ലാണ്ട് ഇഷ്ടമായി. മോൾക്ക് താഴത്തെ മുറി വേണ്ടെങ്കിലേ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മുറി എടുത്തോ, അതിലൊന്നും മടി വിചാരിക്കരുത്. ഇത് മോളുടെ വീടാ. മുകളിലെ ഒരു മുറിക്കുള്ളിൽ കയറി അവിടെ മുഴുവൻ വീക്ഷിക്കുന്ന മീരയോടായി മീനാക്ഷിയമ്മ പറഞ്ഞു. മീര അച്ചമ്മയെ നോക്കി ചിരിച്ചു. എല്ലാ മുറിയും ഒരുപോലെ സൗകര്യമുള്ളവയാണ്. അച്ചമ്മ അവൾക്കായി ഒരുക്കിയിട്ടത് മഹിക്ക് കൊടുത്ത മുറിക്ക് തൊട്ടടുത്തുള്ള മുറിയാണ്. അത് തന്നെ മതിയെന്നവൾ അച്ചമ്മയോട് പറഞ്ഞു. സ്റ്റെയർ കയറാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പേരക്കുട്ടിയെ വീട് ചുറ്റി കാണിക്കാനുള്ള ആവേശത്തിൽ അവർ ആ ബുദ്ധിമുട്ടുകളൊന്നും കാര്യമാക്കിയില്ല. മീനാക്ഷി അമ്മയുടെ സന്തോഷവും ഉത്സാഹവും ഒക്കെ കണ്ട് മീരയ്ക്ക് അവരോട് ഒത്തിരി സ്നേഹം തോന്നി. ആ മുറിയിലെ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്ന മീരയെ മീനാക്ഷിയമ്മ അടുത്ത് പിടിച്ചിരുത്തി. മോളുടെ അച്ഛനെയും അമ്മയെയും പിരിക്കാൻ മൗനമായി കൂട്ടുനിന്നവളാ ഞാൻ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളുടെ അമ്മയുടെ വയറ്റിൽ മോള് വളരുന്നുണ്ടെന്ന്. ഞങ്ങൾ കുറച്ചു പേരുടെ സ്വാർത്ഥത കാരണം മോളും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പൊറുക്കണം. എല്ലാവരെയും പോലെ എന്നെയും മോളൊരു ശത്രുവായി കാണരുത്. ഇതൊരു അപേക്ഷയാണ്. മീനാക്ഷിയമ്മ മീരയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി. മീര കരങ്ങൾ കടന്നു പിടിച്ചു. എന്താ അച്ഛമ്മേ? അച്ഛമ്മ എനിക്കങ്ങനെ ശത്രുവാകും? അറിഞ്ഞുകൊണ്ട് അച്ഛമ്മ എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. വർഷങ്ങൾക്കിപ്പുറം മകന് പ്രണയിച്ച് സ്ത്രീയിൽ ജനിച്ച മകളെ സന്തോഷത്തോടെയാ അച്ഛമ്മ വീട്ടിലേക്ക് സ്വീകരിച്ചത്. ആ അച്ഛമ്മയോട് എനിക്ക് എന്തിനാ ശത്രുത? അവൾ സ്നേഹത്തോടെ പറഞ്ഞു. അച്ഛമ്മ അവൾ അണച്ചു പിടിച്ച് നെറ്റിയിൽ മുത്തി. പലരും നോവിക്കാൻ വേണ്ടി പലതും പറയും. അതൊന്നും കേട്ട് അച്ഛനെ വിട്ട് മോളിന് ഇവിടുന്ന് പോയി കളയരുത്. മോൾക്ക് വേണ്ടിയാ മോളുടെ അച്ഛനിപ്പോ ജീവിക്കുന്നത് പോലും. മീനാക്ഷിയമ്മയുടെ സ്വരം വിട്ടു. അവൾ അച്ഛമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ ഭർത്താവ് സ്വന്തം അച്ഛനിലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നത് അച്ഛമ്മയെ അച്ഛൻ്റെ സ്നേഹം. പിന്നെ അച്ഛൻ അമ്മയെ ചതിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ വെറുത്തു പോയ ആ മനുഷ്യനെ ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനോർത്ത് കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് അച്ഛനിൽ നിന്നും കിട്ടിയ സ്നേഹം ഇത്രയും കാലത്തിൻ്റെ എൻ്റെ അമ്മയിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ അമ്മയേക്കാൾ എന്നെ സ്നേഹിച്ചതും അച്ഛനായിരിക്കും. ആയിരിക്കുമെന്നല്ല, ആണ്. അമ്മക്ക് ഭർത്താവ്, അയാളുടെ മകള്, അങ്ങനെ കുറച്ച് പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അച്ഛനതില്ല. അച്ഛൻ്റെ പ്രയോറിറ്റി അത് ഞാൻ മാത്രം. ഒരാളുടെ എല്ലാമെല്ലാമായി ജീവിക്കാന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യാണ്. ആർക്കും വേണ്ടാത്ത ഒരുപാടായി ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ അച്ഛമ്മേ. എനിക്കെൻ്റെ അച്ഛൻ്റെ എല്ലാമെല്ലാമായി ജീവിച്ചാൽ മതി. ഇത്രയും കാലം എനിക്ക് കിട്ടാതെ പോയ സ്നേഹം അച്ഛൻ എനിക്കിപ്പോൾ വാരിക്കോരി തരുന്നുണ്ട്. ആ സ്നേഹം ഉപേക്ഷിച്ച് പോവാൻ എനിക്ക് പറ്റില്ല അച്ഛമ്മേ. ഈ ലോകത്തിന് എനിക്ക് ആരുമില്ലെന്ന് കരുതി ജീവിക്കുക എന്ന് ഞാൻ അതത്ര ഭീകരാണെന്ന് അറിയോ അച്ഛമ്മക്ക്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത അവസ്ഥ. ഇനി എനിക്ക് ആ ഒറ്റപ്പെടൽ ഉണ്ടാവില്ല. എന്നെ സ്നേഹിക്കാൻ എനിക്കൊരു അച്ഛനുണ്ട്, ഒരു പാവ അച്ഛമ്മയുണ്ട്. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോകാനാ? ഇപ്പോഴാ ജീവിക്കാനൊരു ആഗ്രഹമൊക്കെ വന്നത്. എനിക്കറിയാം എൻ്റെ അച്ഛനിപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ ഞാനാണെന്ന്. ആ അച്ഛനെ ഒറ്റപ്പെടലിലേക്ക് തള്ളിവിട്ട് ഞാൻ ആർക്കു വേണ്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല, അവൾ ഉറപ്പിച്ച് പറഞ്ഞു. വന്നപ്പോൾ ഒരു മടിയൊക്കെ തോന്നിയെങ്കിലും മധുവിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ മടിയൊക്കെ എങ്ങോ പോയി മറഞ്ഞു. അച്ഛമ്മക്കൊപ്പം ഉണ്ടായിരുന്നപ്പോഴൊക്കെ അവൾ ചിന്തിച്ചത് അച്ഛൻ്റെ സ്വാർത്ഥമായ സഹോദരിയെ കുറിച്ചായിരുന്നു. അവരെന്നും അച്ഛനെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഉപയോഗിച്ച് അച്ഛൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ സ്ത്രീയാണത്. താൻ വന്ന് കയറിയത് കാരണം അവരുടെ പല പ്രതീക്ഷകളും തെറ്റിയിട്ടുണ്ടാവും. ഇന്ന് പറഞ്ഞതുപോലെ ഇനിയും അവർ പലതും പറഞ്ഞിരിക്കും. അതൊക്കെ കേട്ട് ഇവിടുന്ന് ഒരിക്കലും ഇറങ്ങിക്കൊടുക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. മോള് വാ, ഒന്നും കഴിച്ചില്ലല്ലോ. അച്ഛമ്മ ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അച്ഛനും വിശക്കുന്നുണ്ടാകും. മോള് വാ. അവര് മീരയെ സ്നേഹത്തോടെ വിളിച്ചു. അവൾ ആ വൃദ്ധയെ ഉറ്റുനോക്കി. താൻ വന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നവരിൽ ഒരാൾ ഈ അച്ഛമ്മയാണ്. ആ സന്തോഷം അവരുടെ മുഖത്ത് കാണാനുണ്ട്.
കുറച്ച് ദിവസങ്ങളായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ മനസ്സ് നൊന്ത് ഏതു നേരവും മുറിക്കുള്ളിൽ കൂനിക്കൂടിയിരിപ്പായിരുന്നു മീനാക്ഷിയമ്മ. അതിനു മുമ്പൊക്കെ വീട്ടിൽ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. മകനോട് ചെയ്ത ക്രൂരതകൾ അറിഞ്ഞപ്പോൾ അവർ തകർന്നു പോയി. ശരീരവും മനസ്സും വല്ലാതെ ക്ഷീണിച്ചു പോയതുപോലെ മനസ്സിനൊരു സമാധാനവും കിട്ടാതെ ആ മുറിക്കുള്ളിൽ കഷ്ടിച്ച് ജീവിക്കുകയെന്നവര്. മക്കളുടെ ഇടയിൽ ഇത്രയും വലിയൊരു വിള്ളലുണ്ടാക്കി കഴിഞ്ഞാൽ ഏതമ്മക്കാണത് സഹിക്കാൻ കഴിയുക? അത് മാത്രമോ, അനിയത്തിയുടെ ജീവിതത്തിനും കുടുംബത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും സ്നേഹിച്ച പെണ്ണിനെയും മറന്നവനാവൻ. മധുവായിട്ടുള്ള കുഞ്ഞിനു വേണ്ടി നീരജയുടെ കാല് പിടിച്ച് കരഞ്ഞപ്പോഴാണ് ഹൃദയം പൊട്ടി മഹിയെ വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായത്. ആ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ ചവിട്ടിയരച്ചിട്ടാണ് ആഗ്രഹിച്ച ജീവിതം മധു സ്വന്തമാക്കിയത്. ഇത്രയൊക്കെ അവൾക്ക് വേണ്ടി ചെയ്ത ആ പാവങ്ങളെ ഇത്ര ക്രൂരമായി ചതിച്ച മകളോട് മീനാക്ഷി നമുക്ക് വെറുപ്പാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും തൻ്റെ പേരക്കുട്ടിയുടെ ഇപ്പോഴത്തെ ദുരാവസ്ഥയ്ക്ക് കാരണം താനും തൻ്റെ ഭർത്താവും കൂടിയാണ്. മകളുടെ ജീവിതം ഓർത്ത് മകനെ മറന്നു. അന്ന് മൗനം പാലിച്ചു. എല്ലാം പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് 1000 വട്ടം അവർ മീരയോടും അമ്മയോടും മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാലം വരലക്ഷ്മിക്കൊപ്പം ഒരു അപരിചിതനെ പോലെ ജീവിച്ച മകന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ കാണാൻ കഴിയുമെന്ന് അവരുടെ പ്രതീക്ഷ വർഷങ്ങൾക്ക് മുന്നേ അവസാനിച്ചിരുന്നു. അതിലവരുടെ മനസ്സ് ഒത്തിരി നൊന്തിട്ടുമുണ്ട്. മകൾ ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ കഴിയുമ്പോൾ മകൻ എന്നും അവർക്കൊരു തീരാ വേദനയായിരുന്നു. ആ വേദന ഈശ്വരൻ കണ്ടിട്ടുണ്ടെന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നത്. തനിക്കും തൻ്റെ